ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76 മുതൽ 79 വരെയുള്ള വാക്യങ്ങൾ. നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ഇരുളിലിരിക്കുന്ന എത്ര ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് ഒരു നിശ്ചയമില്ലാതിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശം ചൊരിയുവാൻ ദൈവം അവൻ്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് നമ്മെ സന്ദർശിക്കുവാനായി ഉദയം ചെയ്യുന്ന ക്രിസ്തു, അതെ, അവൻ്റെ ജനനത്തിനായി കാത്തിരിക്കുന്ന നാം ഓരോരുത്തരോടും ആ കുഞ്ഞ് പൈതൽ യോഹന്നാൻ, ആ യോഹന്നാൻ്റെ അപ്പൻ ആ കുഞ്ഞു പൈതലിനെ കുറിച്ച് പറയുകയാണ്, നീയോ അത്യുന്നതൻ്റെ പ്രവാചകൻ, കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനം കൊടുപ്പാനും അതിലൂടെ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നസ്രായന് മുമ്പ് നടക്കുന്നവനാണ് നീ എന്ന് ആ തനിക്ക് ജനിച്ച മകനെക്കുറിച്ച് ആ പിതാവ് പുരോഹിതനായ സക്രിയാവ് പ്രവചിച്ച് പറയുകയാണ്. എന്താണ് ഈ രക്ഷാപരിജ്ഞാനം? നോളജ് ഓഫ് സാൽവേഷൻ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അനുതാപമാണ്. ആ അനുതാപമാണ് ഈ രക്ഷയിലേക്കുള്ള മാർഗം. കർത്താവിന് വഴിയൊരുക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ പ്രവേശിക്കുവാൻ ജനിക്കുവാൻ പോകുന്ന ക്രിസ്തു അവൻ്റെ ജനനത്തിൻ്റെ പെരുന്നാളിനായി കാത്തിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും അവന് പ്രവേശിക്കുവാനും അവനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വഴിയൊരുക്കി കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയം അവൻ്റെ സ്നേഹത്താൽ അവൻ്റെ മൊഴികളാൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു നല്ല ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല ഹൃദയത്തിനുടമയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യഥാർത്ഥ അനുതാപത്തിലൂടെ അവനിൽ നിന്നും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം നേടി നമ്മുടെ രക്ഷകനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കുന്ന ആ ഒരു അറിവ്, ആ അറിവിനെയാണ് രക്ഷാപരിജ്ഞാനം, നോളജ് ഓഫ് സാൽവേഷൻ എന്ന് ഇവിടെ പറയുന്നത്. ദൈവമേ, ആ പരിജ്ഞാനത്തിലേക്ക്, ആ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നീ നിൻ്റെ ഇഷ്ടപ്രകാരം നടത്തണമേ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.